VS രഞ്ജിത്ത് ചേരുന്നു. ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. മോട്ടിവേഷൻ നൽകാൻ പ്രത്യേകമായ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. ഒരു മോട്ടിവേഷൻ ഇല്ല, സെൽഫ് മോട്ടിവേഷൻ ആണ് എപ്പോഴും നല്ലത്. അതെ, ശരി. അപ്പം നമുക്ക് വാർത്തകളിലേക്ക് കിടക്കാം. VS രഞ്ജിത്ത്, ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്നവർക്കൊക്കെ അധിക നിരക്കാണല്ലോ VS രഞ്ജിത്ത് ഈടാക്കുന്നത്. ഇപ്പോൾ ഈ കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 40,000 രൂപയാണ് അധികം. 40,000 എന്ന് പറയുന്നത് അത്ര ചെറിയ തുകയുമല്ല. അപ്പോൾ എന്താണ് അതിനുള്ള കാരണമൊക്കെ VS രഞ്ജിത്ത്? 40,000 വലിയ തുകയാണ് വെങ്കടേഷ്. 40,000 രൂപയുടെ വർധനയുണ്ട് എന്നുള്ളത് ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ആളുകൾ ഹജ്ജിന് പോകാൻ കൂട്ടാക്കാത്ത സാഹചര്യം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നേരത്തെ വലിയ ഹജ്ജ് ഹൗസുള്ള, ഹജ്ജ് ക്യാമ്പുള്ള ഒരു സ്ഥലമായിരുന്നു കരിപ്പൂർ വിമാനത്താവളം. മലബാറിൻ്റെ തന്നെ ഈ ഹജ്ജുകൾ പൂർണ്ണമായിട്ടും ഇവിടെ കേന്ദ്രീകരിച്ചാണ്. ഇപ്പോൾ 2024 പരിശോധിച്ചാൽ 9,990 ഹാജിമാർ എന്ന് പറഞ്ഞാൽ ഹജ്ജിന് പോകുന്ന ആളുകൾ അവിടെ നിന്ന് പോയിട്ടുണ്ട്, കരിപ്പൂരിൽ നിന്ന് പോയിട്ടുണ്ട്. ഇത്തവണ വെറും 5,000 ആളുകളാണ് പോകുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ 40,000 രൂപയുടെ വ്യത്യാസമാണ്. അപ്പോൾ ഈ 40,000 രൂപ വ്യത്യാസം വരാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ് കൃത്യമായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തോടൊക്കെ ചോദിച്ചിട്ടുള്ളത്. കരിപ്പൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നും പോകുന്നത് ഒരേ തരം വിമാനങ്ങളാണ്, അതായത് ഒരേ വലിപ്പത്തിലുള്ള വിമാനങ്ങളാണ്, ചെറിയ വിമാനങ്ങളല്ല കരിപ്പൂരിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഒരേ തരം വിമാനങ്ങൾ ഒരേ എണ്ണമുള്ള യാത്രക്കാരെ കൊണ്ടുപോകുന്നു. ദൂരമാണെങ്കിൽ കരിപ്പൂരിലും കണ്ണൂരും തമ്മിൽ വെറും 40 നോട്ടിക്കൽ മൈൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൂരത്തിലും വലിയ വ്യത്യാസമില്ല, യാത്രക്കാരുടെ എണ്ണത്തിൽ വ്യത്യാസമില്ല, വിമാനത്തിൻ്റെ ടൈപ്പ് അല്ലെങ്കിൽ തരം അത് വ്യത്യാസമില്ല. എന്നിട്ടും കരിപ്പൂരും കണ്ണൂരും തമ്മിൽ 40,000 രൂപയുടെ വ്യത്യാസമുണ്ട്. അത് ഇന്നലെ ഹാരിസ് ബീരാൻ പാർലമെൻറ്റിൽ ചോദിക്കുകയും ചെയ്തു. അതിന് മറുപടിയായി വ്യോമയാന മന്ത്രാലയം പറയുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ റൺവേ വലിപ്പം കുറവാണ്, അതുപോലെ തന്നെ അവരുടെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട്, യാത്രക്കാരുടെ എണ്ണം കുറവാണ്. ഇതൊക്കെ കൊണ്ടാണ് ഈ യാത്രക്കാരുടെ എണ്ണം കുറയാനുള്ള കാരണമെന്ന് പറയുന്നത് കരിപ്പൂരിൽ നിന്നുള്ള അധിക യാത്രാ നിരക്കാണ്. അത് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി വലിയ സമരങ്ങളൊക്കെ നടക്കാൻ പോകുന്നു. മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് അവരുടെ ആരോപണം എന്ന് പറയുന്നത് കരിപ്പൂരിനെ തളർത്താനുള്ള, കണ്ണൂരിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കരിപ്പൂരിനെ തളർത്താനുള്ളൊരു ശ്രമം നടക്കുന്നു എന്നൊരു ആരോപണം പോലും ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഏതായാലും കരിപ്പൂരിലെ ഈ വിമാനയാത്രാ നിരക്ക് കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മലബാറിൽ വലിയ സമരങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. യെസ്. മറ്റൊന്ന്, ഈ ചാരിറ്റിയുടെ മറവിൽ ഹോട്ടൽ ജീവനക്കാരന്റെ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി വാക്കിയത്ത് കോയെ ഇതുവരെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമാവുന്നുണ്ടല്ലേ? ഇപ്പൊ പോലീസ് പ്രതിയെ സംരക്ഷിക്കുകയാണോ എന്ന് സംശയിക്കണമെന്നാണ് അതിജീവിത പറയുന്നത്. ഗൗരവതരമാണത്. റോഷ്ടി, തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതായത് നമ്മൾ ഈ റേപ്പ് കേസുകൾ പലതരത്തിലാണ്. അത് ക്രൂരമായ റേപ്പിംഗ് ഉണ്ടാവുക, അല്ലെങ്കിൽ വലിയ ബലാത്സംഗങ്ങൾ നടക്കുക എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരു കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥ. ഒരു കുടുംബം ചികിത്സാ സഹായം തേടി വീഡിയോ ചെയ്യുമ്പോൾ അത്തരത്തിൽ ചികിത്സാ സഹായം തേടുന്ന കുടുംബത്തിൽ പെൺകുട്ടികളുണ്ട് എങ്കിൽ, അവരുടെ ഭാര്യമാർ ഒക്കെ ഉണ്ട് എങ്കിൽ, അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ചാരിറ്റി ചെയ്യാം, സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് ഈ പെൺകുട്ടികളെയൊക്കെ ഉപദ്രവിക്കുകയും ലൈംഗികമായ മെസ്സേജുകൾ അയക്കുകയും ഒക്കെ ചെയ്യുന്ന വാക്കിയത്ത് കോയ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു പരാതി ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പരാതി കൊടുക്കുകയും ശബ്ദ സംഭാഷണം ഉൾപ്പെടെ കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ പെൺകുട്ടിയോട് മാത്രമല്ല, മറ്റു പെൺകുട്ടികളോട് ഇത്തരത്തിൽ സംസാരിക്കുന്നതിന് ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടു. എന്നിട്ടും ഈ പ്രതിയെ പിടിക്കുന്നില്ല എന്നുള്ളതാണ്. ബസ് ഉടമകളുടെ മലപ്പുറത്തെ പല സംഘടനകളുണ്ട്. അതിലൊരു സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പരാതികൾ വ്യാപകമായി തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടും പ്രതിയെ പിടിക്കാൻ പറ്റുന്നില്ല എന്നാണ് അതിജീവിത അതിൽ വളരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പ്രതിഷേധമടക്കം നമുക്ക് ആ വാർത്തകൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. യെസ്, VS രഞ്ജിത്ത്, മറ്റൊരു വാർത്ത നമ്മൾ ഒരിക്കൽ ആശ്ചര്യത്തോടെ കേട്ട ഒന്നായിരുന്നു ഈ പ്രൊഫസർ ഷൈജ ആണ്ടവൻ്റെ ഗോഡ്സെ പ്രശംസ, അല്ലേ? അപ്പോൾ ഈ ഷൈജ ആണ്ടവനെ തന്നെ ഇപ്പോൾ NITയുടെ ഡീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രതിഷേധവും വളരെ ശക്തമാകുകയാണ്. NITയിലേക്കൊക്കെ ഇനിയൊരു വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെയും ഒക്കെ ഒരു പ്രതിഷേധ മാർച്ചും എല്ലാം പ്രതീക്ഷിക്കാം, അല്ലേ VS രഞ്ജിത്ത്? തീർച്ചയായിട്ടും ഇത് കേരളത്തിൻ്റെ ഒരു പൊതു പശ്ചാത്തലത്തിൽ നമ്മുടെ ഒരു സാംസ്കാരിക ബോധത്തിലൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം. ഗാന്ധി ഘാതകനായിട്ടുള്ള ഗോഡ്സെയെ
പുകഴ്ത്തുന്ന രീതിയിൽ അദ്ദേഹത്തിന് വലിയ തെറ്റുകൾ പറ്റിയിട്ടില്ല എന്ന മട്ടിൽ അദ്ദേഹമായിരുന്നു ശരി എന്ന മട്ടിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട വ്യക്തിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പിന്നീട് അതിൻ്റെ അന്വേഷണമൊന്നും എങ്ങോട്ട് പോവാതിരിക്കുകയും NIT നടത്തിയ അന്വേഷണത്തിൽ അവർ തെറ്റു പറ്റിയിട്ടില്ല എന്ന് കണ്ടെത്തുകയൊക്കെയായിരുന്നു. സ്വാഭാവികമായിട്ടും അവരുടെ വ്യക്തിപരമായ അഭിപ്രായമായിട്ടൊക്കെ അതിനെ കണക്കാക്കുകയും അതിൽ ഗാന്ധിയെ ഇകഴ്ത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ടും അത് ഏതെങ്കിലും മതവികാരം വ്രണപ്പെടുത്തിയിട്ടില്ല, അത്തരത്തിലുള്ള കേസുകൾ നിലനിൽക്കില്ല എന്നുകൊണ്ടാണ് ആ NIT ആ വിഷയത്തിൽ നടപടിയെടുക്കാതെ പോയത്. പക്ഷെ നടപടിയെടുത്തില്ല. ഇത്രയും പരാതികൾ നടന്നു, വലിയ പ്രതിഷേധങ്ങൾ നടന്നു, എന്നിട്ടും നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല അവരെ പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു. പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് കാലികമായി അല്ലെങ്കിൽ അവരുടെ സർവീസ് അനുസരിച്ച് കിട്ടേണ്ട പ്രൊമോഷനാണ്. ആ പ്രൊമോഷൻ കിട്ടിയിട്ടുള്ളത് ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ട ഒരു പ്രൊഫസർക്കെതിരെയാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറയുന്നത്. DYFIയും SFIയും ഒക്കെ വലിയ സമരരംഗത്തുണ്ട്. ഇന്ന് SFIയുടെ മാർച്ച് NITയിലേക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, ഇനിയിപ്പോൾ അതിലെന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. PS രഞ്ജിത്ത്, അപ്പം എന്തായാലും വീണ്ടും ഒരു ഗുഡ് മോർണിംഗ്, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതെ.